ഹലോ ഫ്രണ്ട്സ്, PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഓരോരുത്തർക്കും ഇന്നത്തെ ഈ പ്രത്യേക വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ PSC പഠനമെന്ന് പറയുന്നത് വെറുതെ കുറച്ച് റാങ്ക് ഫയലുകൾ വായിച്ചു തീർക്കുന്ന പരിപാടി അല്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സത്യത്തിൽ ഇതൊരു വലിയ യാത്രയാണ്. ഒരു യഥാർത്ഥ പോരാളിയുടെ ഇതിഹാസതുല്യമായൊരു മാരത്തോണെന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വലിയ യാത്രയിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നും നിങ്ങളുടെ ആ വലിയ വിജയം അടുത്തെത്തിക്കഴിഞ്ഞോ എന്നും വ്യക്തമാക്കുന്ന ചില ഒളിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ യാത്രയിൽ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നിങ്ങളിപ്പോൾ ഭയങ്കര ക്ഷീണിതനായിരിക്കാം. ഉറക്കമൊഴിച്ചുള്ള ഈ പഠിത്തമൊക്കെ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാകാം. ചിലപ്പോഴെങ്കിലും ഇതൊക്കെ നിർത്തിപ്പോയാലോ എന്നുപോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, അല്ലേ? എന്നാൽ കേട്ടോളൂ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ കടുത്ത മാനസിക സംഘർഷങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ അന്തിമ വിജയം തൊട്ടടുത്താണെന്നതിന്റെ വളരെ വ്യക്തമായൊരു തെളിവാണെങ്കിലോ? അതെ, ആ വിജയത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് ഈ വിശകലനത്തിലൂടെ നമുക്കൊന്ന് വിലയിരുത്താം. ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ആഗ്രഹിച്ച ആ സർക്കാർ ജോലി നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. അധ്യായം 1: വഴിയിലെ തടസ്സങ്ങളെ നിശബ്ദമാക്കൽ. ഈ ഒരു യാത്രയിലെ നമ്മുടെ ആദ്യത്തെ വലിയ കടമ്പ ഇതാണ് കേട്ടോ. പുറത്തുനിന്നുള്ള ലോകത്തിന്റെ നെഗറ്റിവിറ്റികളെ നിങ്ങളുടെ ലക്ഷ്യത്തെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. നിനക്കിത് കിട്ടുമോ? നിന്റെ പ്രായം ഇങ്ങനെ കൂടി വരികയല്ലേ? PSC റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ നീളുകയല്ലേ? സമൂഹത്തിൽ നിന്നോ ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലുമോ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചോദ്യങ്ങളാണിവ. ഓരോ തവണ ഈ വാക്കുകൾ കേൾക്കുമ്പോഴും നെഞ്ചിലൊരു കൊളുത്തിവലിക്കലുണ്ടാകും, തീർച്ചയാണ്. പക്ഷേ ഒരു പോരാളി ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് യഥാർത്ഥ വിഷയം. അവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് തർക്കിക്കാൻ നിങ്ങൾ ഒട്ടും സമയം കളയുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യഥാർത്ഥ പോരാളി വാക്കുകൾ കൊണ്ടല്ല മറുപടി നൽകുന്നത്. നിങ്ങളുടെ അന്തിമമായ മറുപടി വരാൻ പോകുന്ന ആ PSC ബുള്ളറ്റിലെ റാങ്ക് ലിസ്റ്റിലൂടെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ മൗനം തന്നെയാണ് വിജയത്തിന്റെ ആദ്യത്തെ വലിയ ലക്ഷണം. അധ്യായം 2: തടസ്സങ്ങളെ ഇന്ധനമാക്കുക. കഴിഞ്ഞ പരീക്ഷകളിൽ ഒരുപക്ഷെ വെറും 0.33 മാർക്കിനായിരിക്കാം നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ പോയത്. ഭയങ്കര സങ്കടം തരുന്ന, ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന വേദനയാണത്, എനിക്കറിയാം. പക്ഷേ അതൊരു നല്ല ലക്ഷണമായി മാറുന്നത് എപ്പോഴാണെന്നറിയാവോ? ഇതിൽ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. 1. ഇതൊരു താൽക്കാലിക തോൽവി മാത്രമാണെന്ന് തിരിച്ചറിയുക. 2. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് വളരെ കർശനമായി ഒന്ന് സ്വയം വിലയിരുത്തുക. അതായത് ഒരു ബ്രൂട്ടൽ സെൽഫ് അനാലിസിസ്. മാത്സിലാണോ സയൻസിലാണോ എനിക്ക് പിഴച്ചതെന്ന് കണ്ടെത്തുക. 3. ആ പരാജയത്തിൽ വീണുപോകാതെ തെറ്റുകൾ തിരുത്തി കൂടുതൽ വാശിയോടെ പഠിക്കുക. തോൽവികളെ ഇന്ധനമാക്കി മുന്നേറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ പോരാളിയാണ് സുഹൃത്തെ. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങാം. അധ്യായം 3: തകർക്കാനാവാത്ത ശീലങ്ങൾ രൂപപ്പെടുത്തൽ. പഠനമെന്നതൊരു ബാധ്യതയല്ലാതാവുകയും നിങ്ങളുടെ ദിനചര്യയുടെ മാറ്റാനാവാത്ത ഒരു ശീലമായി മാറുകയും ചെയ്യുന്ന അത്ഭുതകരമായ അവസ്ഥയാണിത്. ഇന്ന് ഞാൻ പഠിക്കാൻ വച്ചിരുന്ന ടോപ്പിക്കുകളൊക്കെ തീർത്തോ? ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴോ ഈയൊരു ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടാറുണ്ടോ? ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ എന്തോ വലിയൊരു കാര്യം നഷ്ടപ്പെട്ടതുപോലെ വല്ലാത്തൊരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ലക്ഷ്യബോധം അത്രമേ സ്ട്രോങ് ആണ്. സാധാരണക്കാരിൽ നിന്നും നിങ്ങളെ വേർതിരിക്കുന്ന ഏറ്റവും വലിയ ലക്ഷണമാണിത്. നമ്മുടെ മുന്നിൽ എപ്പോഴും 2 വഴികളുണ്ട്. ഒന്നുകിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ റീലുകൾ കണ്ട് ചുമ്മാ സമയം കളയാം, അല്ലെങ്കിൽ രണ്ടാമത്തെ അച്ചടക്കമുള്ള പാത തിരഞ്ഞെടുക്കാം. കറണ്ട് അഫയേഴ്സ് കാണാനും പഠിക്കാനുള്ള ട്രിക്കുകൾ മനസ്സിലാക്കാനും മാത്രം മൊബൈൽ ഉപയോഗിക്കുക. പഠനത്തിന് തടസ്സമാകുന്ന നോട്ടിഫിക്കേഷനുകൾ നിർദാക്ഷിണ്യം ഓഫ് ചെയ്തു വെക്കുക. മൊബൈൽ ഫോണിനെ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ അതിനെ നിങ്ങളുടെ ആയുധമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് കൃത്യമാണ്. അധ്യായം 4: സഹയാത്രികരിൽ നിന്ന് പ്രചോദനം കണ്ടെത്തൽ. ഒരേ ഫീൽഡിൽ നിൽക്കുന്ന മറ്റുള്ളവരുടെ വിജയത്തോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. ഇത് പലപ്പോഴും നമ്മൾ പോലും തിരിച്ചറിയാത്ത നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ്. നിങ്ങളോടൊപ്പം പഠിച്ചൊരു സുഹൃത്തിന് ജോലി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അവൻ കഷ്ടപ്പെട്ടു, അവൻ ആ ജോലി കിട്ടി, അതുപോലെ നാളെ ഞാനും ഈ ലിസ്റ്റിൽ വരും എന്നൊരു തികച്ചും പോസിറ്റീവായ ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിലോ അത് വളരെ വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ വിജയം നിങ്ങളിൽ അസൂയയല്ല, മറിച്ച് പ്രതീക്ഷയാണ് നൽകുന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വിജയത്തിന് പൂർണ്ണമായി പാകപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അധ്യായം 5: നിങ്ങളുടെ ഫിനിഷ് ലൈനിൽ എത്തുന്നു. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. PSC പരീക്ഷ എന്ന് പറയുന്നത് 100 മീറ്റർ സ്പ്രിന്റ് പോലെ ഒരു ദിവസത്തെ ഓട്ടമത്സരമല്ല. അതൊരു വലിയ മാരത്തോണാണ്. മടുക്കാതെ, കിതച്ചാലും വീഴാതെ ഓടേണ്ട ഒരു മത്സരം. നമ്മുടെ യാത്രയൊന്ന് നോക്കിയേ. 1-ാം ദിവസം നമ്മൾ വലിയ ആവേശത്തോടെ പുതിയ പുസ്തകങ്ങളുമായി തുടങ്ങും. 6-ാം മാസമാകുമ്പോഴേക്കും ചിലപ്പോൾ ആവേശം കുറയും. താൽക്കാലിക തോൽവികളെയും പരിഹാസങ്ങളെയും നേരിടേണ്ടി വരും. പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോഴേക്കും നിങ്ങൾ തകർക്കാനാവാത്ത ശീലങ്ങളും പൂർണ്ണ ഫോക്കസും നേടിയെടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നോ?
വരാൻ പോകുന്ന നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സ്വപ്നമായ ആ സുരക്ഷിതമായ സർക്കാർ ജോലി ആസ്വദിക്കാൻ. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ആ 5 ലക്ഷണങ്ങൾ ഒന്നുകൂടി വേഗത്തിൽ നോക്കാം. ചുറ്റുമുള്ള നെഗറ്റിവിറ്റി പൂർണ്ണമായി അവഗണിക്കുന്നു, താൽക്കാലിക പരാജയങ്ങളിൽ നിന്ന് ഇരട്ടി ഊർജ്ജം ഉൾക്കൊള്ളുന്നു, പഠനം ജീവിതത്തിന്റെ മാറ്റാനാവാത്ത ശീലമാക്കുന്നു, സോഷ്യൽ മീഡിയ വിനോദങ്ങളെ നിയന്ത്രിക്കുന്നു, മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് സ്വന്തം വിജയത്തിലേക്കുള്ള പ്രതീക്ഷ നേടുന്നു. ഈ 5 ലക്ഷണങ്ങളും നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ലക്ഷ്യം വളരെ അടുത്താണ്. നിങ്ങളിൽ ഈ ലക്ഷണങ്ങളൊക്കെയുണ്ട്. നിങ്ങളുടെ ഈ വലിയ മാരത്തൺ അവസാനിക്കാറായി. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ആ സ്വപ്നജോലി സ്വന്തമാക്കും വരെ നിങ്ങൾ ഈ ഓട്ടം തുടരുമോ, അതോ പാതി വഴിയിൽ തളർന്നു പിന്മാറുമോ? തീർച്ചയായും നിങ്ങൾ തുടരണം. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. ഈയൊരു വലിയ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പൂർണ്ണ ഊർജ്ജത്തോടെ, പുതിയൊരു വാശിയോടെ നിങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് മടങ്ങുക. കീപ് ഗോയിങ്. വിജയം നിങ്ങളുടേത് മാത്രമാണ്.